എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഫ്ലവറിൻ്റെ ഡിസൈനാണ്. ഞാൻ ഇന്ന് ഫ്ലവർ ഡിസൈൻ ചെയ്യുന്നത് ത്രെഡും കൊണ്ടല്ല, പകരം ലേസും കൊണ്ടാണ്. വൈറ്റ് കളറിലുള്ള ഒരു ലേസ് കൊണ്ടാണ് ഞാൻ ഒന്ന് ഫ്ലവർ ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലത്തെ ലേസാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ലേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏത് ലേസ് ആയാലും കുഴപ്പമില്ല. ഇതുപോലെ സ്റ്റിച്ച് അടിച്ച് എടുത്താൽ മതി. ഗോൾഡൻ കളറിലുള്ള ലേസ് ആയാലും പറ്റും. ഒന്നുമില്ല, സീറോയിൽ സെറ്റ് ചെയ്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് അടിച്ചാൽ മതി. ആ സർക്കിളിലെ ചുറ്റും ആ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് അടിച്ചുകൊണ്ട് വരണം. ഇതുപോലെ ആ സർക്കിളിന് ചുറ്റും ചുറ്റിയാൽ മതി. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിന് വലിയ എംബ്രോയ്ഡറി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സീറോയിൽ സെറ്റ് ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിലോട്ട് ചുറ്റി ചുറ്റി കൊണ്ടുവരണം. അത് കഴിഞ്ഞ് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തുമ്പ് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് അടിച്ചാൽ മതി. ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. അതുപോലെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കാം. ഈ ഡിസൈൻ ഞാനിവിടെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. ഇത് ടോപ്പിനൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഡിസൈന് കുറച്ചും കൂടി ഇറക്കത്തിൽ ഡിസൈൻ ചെയ്തിട്ട് ടോപ്പ് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ ഈ ഫ്ലവർ നെക്കിൻ്റെ ചുറ്റും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നെക്കിൻ്റെ ചുറ്റും ദൂരെ ദൂരെ ഒന്നൊന്ന് ചെയ്തിട്ട് നടുക്ക് ലീഫ്, ഇങ്ങനെ വള്ളിയും ലീഫൊക്കെ ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിള്ളേരുടെ ഡ്രസ്സിന് ഒക്കെ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഫ്ലവർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫ് ചെയ്യാം. ഞാൻ ലീഫ് വരേണ്ട സ്ഥലത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൽ ചെയ്യുന്ന ലീഫ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ലീഫിനെ പറ്റി പറഞ്ഞു തരാം. ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ചെയ്യാം, അറിയാത്തവർക്ക് ഒന്നുമില്ല. ഒരു നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് ആ ലീഫിന് ചുറ്റും ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ബാക്കി വരുന്ന സ്ഥലത്ത് റണ്ണിങ് സ്റ്റിച്ചും കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. ഈ ഫ്ലവറിൻ്റെ ഡിസൈന് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമുക്കിങ്ങനെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
എവിടെയൊക്കെ ഗ്യാപ്പുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ലീഫ് ചെയ്യാം. ലീഫ് നമ്മൾ അധികം ചെയ്താൽ കാണാൻ നല്ല ഉണ്ടാവും. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഡിസൈൻ ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.